ഞാൻ ഒരു 2011 സിനിമ എന്നുള്ള രീതിയിൽ ഫുൾ ഫോക്കസ് ആയിട്ട് ജോലിയൊക്കെ വിട്ടിട്ട് ഇറങ്ങുന്നത്. ജോലി ഉണ്ടായിരുന്നു? ജോലി ഉണ്ടായിരുന്നു. ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനീയറിങ് പഠിച്ചാണ്. നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിരുന്നു ഒരു ഫാമിലി കലൂര്. അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഈ ജോബ്. രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു. അതെ അതെ അതെ, ഒന്നും ചെയ്യാനില്ല. കാരണം ഞങ്ങളുടെ ജോലിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. കോൺഫിഗറേഷൻ ഒക്കെ ഫുള്ള് കഴിഞ്ഞ് വെറുതെ അത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ല. അപ്പോൾ 1.5 വർഷത്തോളം എനിക്ക് ബോറിംഗ് ആണ്, ഒന്നും ചെയ്യാനില്ല. രാവിലെ പോവാ വരിക. ഒരു റോബോട്ട് സിസ്റ്റം ആയിരുന്നു. ആണ്. അപ്പോൾ ഞാനൊരു 9th പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ആക്ടിങ് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഈ ഒരു ആഗ്രഹം വരുന്നത് എങ്ങനെയല്ല, ഈ ഭ്രാന്ത് തലക്കി പിടിക്കുന്നത് എങ്ങനെയാ? ഞാൻ പള്ളി സ്കൂളായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ പള്ളി സ്കൂളിൽ ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായി. അതൊരാൾ വന്നില്ല അന്ന്. അതിന് പകരം കയറി ഒരു പഠനമായിട്ട് അഭിനയിച്ചാണ്. അപ്പം എനിക്ക് ഇത് കൊള്ളാലോ പരിപാടി എന്ന് തോന്നിയിരുന്നു അന്ന് തന്നെ. പക്ഷെ സീരിയസ് ആയിട്ട്, കാരണം നമ്മളുടെ സാഹചര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് സിനിമയിലേക്ക് അന്നൊരു ഓപ്പണിങ് ഒരു രീതിയിലും ഇപ്പോഴും വരാത്തൊരവസ്ഥയായിരുന്നു. പഠിക്കുക, പ്രവാസിയായിട്ട് ജോലി പോവുക, പൈസ ഉണ്ടാക്കുക അല്ലേ? ആ ഒരു പ്രവാസിയല്ല, എന്തെങ്കിലും ജോലി ചെയ്യുക, സർവൈവ് ചെയ്യുക, അങ്ങനെയായിരുന്നു. അല്ല, സിനിമയിലേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വിദൂരമായ സ്വപ്നമായിരുന്നു. അപ്പൊ പിന്നെ അത് പയ്യെ മനസ്സിലുണ്ട്. +2 നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വിട്ട് ഡിഗ്രിക്ക് ചെല്ലുമ്പോഴും എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോഴും. അതിനുശേഷം ഞാൻ ജോബിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ജോബിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ഒരു പുള്ളിനെ പരിചയപ്പെട്ടു. പുള്ളി ഒരു പ്രൊഡക്ഷൻ ലെവലിലൊക്കെ അത്യാവശ്യം പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു. അന്നാണിത് ഇതായത്, ഈ ഇനി സിനിമ ഒന്ന് നോക്കാം എന്നുള്ളൊരു ചിന്ത വന്നത്. അതിലേക്ക് നമ്മൾ എത്തിക്കാൻ ഒരാളുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നിട്ട് ജോലിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇറങ്ങി. കംപ്ലീറ്റ് ആയിട്ട് ജൂനിയേഴ്സായിട്ട് പോകാൻ തുടങ്ങി. പോയിട്ടുണ്ട്. ഈ ജോലി കളഞ്ഞിട്ട്, സാലറി ഉള്ള ജോലി കളഞ്ഞിട്ട് യൂണിറ്റ് ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ സിനിമ എന്ന ലക്ഷ്യത്തിലോട്ട് യാത്ര ചെയ്യുമ്പോഴും എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മോനെ ഉള്ള ജോലി കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിലനിൽക്കാൻ പറ്റോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനവിടെ എടുത്ത് ചാടിയതാണ്. ഇത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ വരുംവരായകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് ജൂനിയേഴ്സായിട്ട് പോകുമ്പോഴും എനിക്ക് ഇതല്ല പരിപാടി എന്ന് എനിക്ക് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ ജൂനിയർ ആയിട്ടല്ല ചെയ്യേണ്ടത്. ഏതൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്? ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് മമ്മൂക്കയുടെ ഫേസ് ടു ഫേസ് എന്നൊരു പടമുണ്ട്. അത് എന്നെ കാണില്ല, ചെറിയൊരു ഷോട്ടിൽ വന്നു പോവാണ്. പിന്നെ കുറെ പടങ്ങളുണ്ട്, ഇങ്ങനെ പറയാനൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ബ്ലാക്ക് ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര വലിയ സംഭവങ്ങളല്ലാത്ത പടത്തിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലൈഫിലെ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഞാൻ ഗിരീഷിനെ പരിചയപ്പെടുന്നതാണ്. ഞാൻ ഇന്റർനാഷണൽ ചാൾ യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ കോമഡികളൊക്കെ എഴുതുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് CPC വന്നു. CPC ഞങ്ങൾ ഇവനെ പരിചയപ്പെട്ടു, ഗിരീഷിനെ പരിചയപ്പെട്ടു. അതെ അതെ, കമന്റുകളിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ അവനും ഇതേ ആഗ്രഹമായിട്ട് സിനിമ ചെയ്യണം, ഷോർട്ട് ഫിലിംസ് ചെയ്യണമെന്നും പറഞ്ഞ് നടക്കാണ്. അവിടെ കുറെ പേരുണ്ട് ഇതുപോലെ, അവരുടെ ഒരു ഗ്യാങ് ഉണ്ടായി. ഞാൻ അങ്ങോട്ട് ചെന്നതാ. അങ്ങോട്ട് ചെന്ന് ഞാൻ ചെന്നപ്പോഴേക്കും ആ ഒരു കോംബോ വർക്ക് ആവാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്ത്, ഞാൻ എഴുതിയും അല്ലാതെ ഞാൻ അഭിനയിച്ചെടുക്കുക, അവൻ ഡയറക്ഷൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് വരാൻ തുടങ്ങി. അതൊക്കെ വൈറലാവാൻ തുടങ്ങി. പിന്നെ സിനിമ എഴുതാമെന്ന് ഞങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അപ്പം ഇറങ്ങാത്ത സിനിമകൾ ഏതാണെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറേ നാളായിട്ട് ഒരു ടീനേജ് മൂവി മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. +2 എന്ന് പറഞ്ഞൊരു പടമാണ്. അന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കണ്ടേക്കണം, ബാക്കിലേക്ക് നോക്കും. അപ്പോൾ +2 ബേസ് ചെയ്ത് എനിക്കും കഥകളുണ്ട്, അവനും കഥകളുണ്ട്. അങ്ങനെ എഴുതി തുടങ്ങിയാണ് തണ്ണീർമത്തൻ. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നടക്കണ്ടായില്ല പടങ്ങൾ. അപ്പം ഞങ്ങളെടുത്ത തീരുമാനം ഷോർട്ട് ഫിലിംസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം, എപ്പോഴെങ്കിലും നമ്മൾ വരും, അപ്പോൾ സിനിമ ചെയ്യാം എന്നുള്ളത്. ഓൾറെഡി എപ്പോഴത്തേനും എഴുത്ത് കഴിഞ്ഞു തണ്ണീർമത്തൻ്റെ? അതെ അതെ അതെ, അവൻ്റെ ലാസ്റ്റ് ഷോർട്ട് ഫിലിമിന് മുമ്പേ എഴുത്ത് കഴിഞ്ഞായിരുന്നു. അത് ഭയങ്കര സ്പീഡിൽ എഴുതിയൊരു പടമാണ് തണ്ണീർമത്തൻ. എന്നിട്ട് അവൻ്റെ അടുത്ത ഷോർട്ട് ഫിലിം വൈറലായി, മൂക്കൂത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ വിളിച്ചവർ. അതിന് മുമ്പ് ഞങ്ങൾ 10-16 വരെ കണ്ടിരുന്നു. അവർക്കൊന്നും തണ്ണീർമത്തൻ വർക്കായിരുന്നില്ല. ഈ കഥ പറഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പറയാനും അറിയില്ല. കഥ രണ്ടാമത്തത് അവർക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. തണ്ണീർമത്തൻ സ്ക്രിപ്റ്റ് വൈസ് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ടാവും ചിലവർക്ക്. അപ്പോൾ പിന്നെ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഷമീർക്ക് വിളിച്ച് കേട്ട്, ഷമീർക്കൊക്കെ എല്ലാം വർക്കായി. ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കോമഡികളും പുള്ളിക്ക് കിട്ടി. അങ്ങനെയാണ് ആ പടം നടക്കുന്നത്. അപ്പം ഞാൻ അവിചാരിതമായിട്ടാണ് സ്ക്രിപ്റ്റിങ്ങിലേക്ക് വരുന്നത്. എനിക്ക് ആക്ടിങ് തന്നെയായിരുന്നു താല്പര്യം അന്ന് തൊട്ട്. ഒരു അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലെ
സ്ക്രിപ്റ്റ് റൈറ്റർ ആകാനാണോ ഇഷ്ടം, ഒരു നടനാകാനാണോ ഇഷ്ടം? എനിക്ക് ആക്ടർ ആവാനാണ് ഇഷ്ടം. അതെ, അതാണെന്നല്ലോ കൊച്ചിലെ മുതലുള്ള അതെ സ്വപ്നങ്ങളല്ലേ. ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്റിലോട്ട് വന്നു, അത് തണ്ണീർമത്തനിലൂടെ എഴുതിയെന്ന് പറഞ്ഞു. ശരിക്കും എഴുതിയ ഓരോ സീൻസ് എടുത്താലും ഓരോ ഡയലോഗ് എടുത്താലും റിയൽ ലൈഫിൽ ഏതെങ്കിലും ബന്ധം ഏതെങ്കിലും സീനിലുണ്ടോ? ഉണ്ട്. ഇപ്പൊ തണ്ണീർമത്തനില് ഈ താറാവിന് വാങ്ങിക്കാൻ പോണ എൻ്റെ ചേട്ടനായിട്ട് റിസംബിൾ ചെയ്യുന്ന ഒരു, ആക്ച്വലി അങ്ങനത്തെ ഒരു തഗ് ചേട്ടനാണ് എൻ്റെ സ്വന്തം ചേട്ടൻ. അതെ, പുള്ളി കുറച്ച് അലസനായിട്ടുള്ള ട്രിപ്പി മൂടുള്ള ഒരാളാണ്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി കൂളായിട്ട് ഡീൽ ചെയ്തത്, നമ്മളൊക്കെ വിറക്കുന്ന സ്ഥലത്ത്. എന്ത് പ്രശ്നം വന്നാലും ആൾക്ക് സിമ്പിളാ, ആള് നമ്മ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അതിന്റെ ഷെയ്ഡ്സ് ഉണ്ട്. രണ്ടാമത്തത് ഈ ജെയ്സന്റെ കുറെ ഷെയ്ഡ്സ് എനിക്കുണ്ട്, ഗിരീഷിനുണ്ട്. അപ്പോൾ എനിക്ക് റിജക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം നമ്മളുടെ ഹ്യൂമാനിറ്റീസിൽ പോയിട്ട് കൊമേഴ്സിലേക്ക് മാറിയ ഒരാളാണ്. അപ്പം അങ്ങനത്തെ കുറേ എലമെന്റ്സ് ഇതിനകത്തുണ്ട്. പിന്നെ കുറേ സാറുമാർ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളും വിത്ത് ഡയലോഗ്സ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓർമ്മയിലുള്ളൊരു ഡയലോഗ് ഒന്ന് പങ്കുവെക്കാവോ? ഓർമ്മയിലുള്ളത് നമ്മളെല്ലാവരോടും പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ആരെങ്കിലും പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ ഞങ്ങളവരെ ഇകഴ്ത്തും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അയാളും അയാളുടെ ഒരു തത്വം എന്നൊക്കെ പറയുമല്ലോ രവി സാറിന്റെ, അതൊക്കെ നമ്മൾ പറയുന്നതാണ്. അയാളുടെ ഒരു ഡയലോഗും അങ്ങനെ പറയുന്നത് ഇതിലേക്ക് വരുമ്പോൾ മോൾഡ് ചെയ്ത് അയാളുടെ ഒരു തത്വം എന്നായി. അങ്ങനെ കുറെ കാര്യങ്ങൾ. നിങ്ങൾ എഴുതുന്ന സമയത്തൊക്കെ ഇത് കണക്റ്റ് ആവും, തിയേറ്ററിൽ ഹിറ്റ് ആവും എന്നുള്ള ചിന്തയുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായില്ല. ഞങ്ങൾക്കത് ഏറ്റവും നന്നായിട്ട് എഴുതുക എന്നുള്ളത് ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം എന്തായാലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അല്ലാതെ ഹിറ്റാവില്ലെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പടം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.